അമ്മേനോട് ക്ഷമിക്കമ്മ. ഞാൻ സത്യങ്ങൾ അറിയാതെ അമ്മയുടെ മനസ്സിനെ മുറിയേൽപ്പിച്ചു. അമ്മ എനിക്ക് മാപ്പ് തരണം. സോറി അമ്മ. അതൊന്നും സാരമില്ല മോളെ. ഞാൻ എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചുപോയി. എന്നെ എടുത്തു ചാട്ടോ എനിക്ക് പറ്റിയ തെറ്റ്. എനിക്ക് എനിക്ക് എന്താ മോളെ ഇത്? ഒന്നും സാരമില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? പത്മാവതി മാഡം ക്ഷമിച്ചു മോളെ. മക്കൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമല്ലേ പറ്റൂ. ജഗന്നാഥനും ഞാനും തമ്മിൽ സംസാരിച്ചത് ഒളിച്ചു നിന്ന് കേട്ടു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, പോട്ടെ. ഇപ്പോ പത്മാവതി ഞാനിവിടെ ഉണ്ടല്ലോ. ഞങ്ങളെയാണല്ലോ അംബിക കരുക്കളാക്കിയത്. നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോ അറിയണം. ഞാനെന്റെ പെങ്ങളെ പോലെ കരുതിയ പത്മയും എന്നെയും ചേർത്ത് ആ അംബിക പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ ഞങ്ങൾക്കും അതറിയണം. എല്ലാവരും എല്ലാം ഞങ്ങളോട് തുറന്ന് പറയണം. അതിനുള്ളൊരവസര ഇപ്പൊ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും നടന്ന സംഭവങ്ങള് അതേപടി എനിക്കറിയില്ല. എനിക്ക് കൂടി അതറിയണം. പത്മ പറയും. ഇതെല്ലാം ആ അംബികയുടെ കളിയാ. എന്നെയും പ്രതാപേട്ടനെയും തമ്മിൽ അകറ്റുന്നത് അംബികയുടെ ഒരു തീരുമാനമായിരുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് തട്ടിയെടുക്കണം. ചേച്ചി ജഗന്നാഥേട്ടാ, ഇത് ചതിയാണല്ലോ. അങ്ങനെ നീയും പ്രതാപനും കൂടി ചിരിച്ച് രസിച്ച് ജീവിക്കണ്ടടി. വാതില് തുറക്ക്. ഒന്ന് വാതില് തുറക്ക്. വാതില് തുറക്ക് ചേച്ചി. അംബികേച്ചി വാതില് തുറക്ക്. പറയുന്നൊന്ന് കേക്ക്. അംബികേച്ചി വാതില് തുറക്ക്. നാണം കെട്ട ബന്ധം. അത് ഞാൻ വളരെ മുന്നേ മനസ്സിലാക്കിയതാ. രാഷ്ട്രീയത്തിന്റെ തിരക്കിലെ പ്രതാപൻ ഓടി നടക്കുമ്പോ ഇവനൊപ്പം ജീവിക്കുകയായിരുന്നു. നിർത്തടി. ഞാൻ പറയൂടി എടി, ഞാൻ എല്ലാം വിളിച്ചു പറയും. എന്റെ ആങ്ങളെ ചതിക്കാനേ ഞാൻ സമ്മതിക്കില്ല. പ്രതാപൻ ഇവിടെ ഇല്ലാത്ത പല രാത്രികളിലും ഇവനെ വിളിച്ച് മുറി കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവള് പക്കാ ക്രിമിനലാ. ഇവളെ ഞാൻ കൊല്ലും. തൊട്ട് പോരുന്നില്ല ചേച്ചിയെ. നിന്നെ ഇവളെ ഞാൻ ഇവിടെ എടുത്ത് തീർത്തേ. പ്രതാപേട്ട, നമ്മുടെ ജീവിതം ഇല്ലാതാക്കാനാ ഇവരിതെല്ലാം ചെയ്യുന്ന. നിങ്ങളത് തിരിച്ചറിയണം പ്രതാപേട്ട. എന്റെ ആംഗ്ലയുടെ ജീവിതം നശിക്കരുത്.
ഇനിയെങ്കിലും ഈ സത്യങ്ങൾ ഇവൻ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ചേച്ചി നിന്റെ ചേച്ചി നിന്നോട് പറയുന്നതിലൊക്കെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടാ ഇവളുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കണം. അല്ല, ഒരു തെളിവ് ഞാൻ ഇപ്പൊ തരാം. പ്രതാപേട്ടൻ താമസിച്ചേ വരൂ. ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നാ മതി കേട്ടോ. ആരും കാണാതെ നോക്കണേ. പോരെ, ഇത്രയൊക്കെ തെളിവുകൾ പോരെ? കിടപ്പറയില് വരെ നിന്നെ ചതിക്കുന്നൊരു ഭാര്യയെ നിനക്ക് എന്തിനാടാ പ്രതാപ? ഇവൻ ആ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് എപ്പോഴും ഉമ്മ വയ്ക്കുന്ന എന്തിനാ? പ്രതാപ, ഇവള് പ്രസവിച്ച ഈ കുഞ്ഞ് നിന്റേതല്ല. ആ കുഞ്ഞ് ജഗന്നാഥന്റെയാ. അത് തെളിയിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നിനക്ക് നാണക്കേടായിട്ടാ